ഹലോ ഫ്രണ്ട്സ്, G4 ഗിറ്റാർ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പലരും ഞങ്ങൾക്ക് സജഷൻസും കമൻസും ഞങ്ങളോട് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ മുനീറിൻ്റെ കമൻറ്റ് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലെ മനോജേട്ടൻ്റെ കമൻറ്റ് വളരെ വാല്യുബിളാണ്. ഈ 2 കമൻറ്റിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾ സജഷൻസ് അറിയിക്കുക, കമൻസ് അറിയിക്കുക, ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകൾ നിങ്ങളും ശ്രദ്ധിക്കുക, കാണിച്ചു തരിക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഗിറ്റാറിൻ്റെ പാർട്സ് പഠിപ്പിക്കുമ്പോൾ പറയാത്തൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഗിറ്റാറിൻ്റെ പാർട്സിൽ സ്ട്രിങ്സ് ഉണ്ട്. 6 സ്ട്രിങ്ങുകളുണ്ട് ഗിറ്റാറിന്. 3 എണ്ണം സോളോ സ്ട്രിങ്സ് എന്ന് പറയും. താഴേന്ന് 3 എണ്ണം സോളോ സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. മുകളിലുള്ള 3 എണ്ണം ബാസ് സ്ട്രിങ്സ് ആണ് പറയുന്നത്. ഈ സോളോ സ്ട്രിങ്സിന് ശബ്ദം വളരെ തിൻ വോയിസ് ആയിരിക്കും, വളരെ നേരിയ വോയിസ് ആയിരിക്കും. ബാസ് സ്ട്രിങ്സിന് കുറച്ചും കൂടെ മുഴക്കത്തിലുള്ള ശബ്ദങ്ങളായിരിക്കും. നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് 3 എണ്ണം സോളോ സ്ട്രിങ്സ് ആണ്. അടുത്ത 3 എണ്ണം ബാസ് ആണ്. അപ്പം ആദ്യത്തെ 3 എണ്ണം സോളോ സ്ട്രിങ്സും അടുത്ത 3 എണ്ണം ബാസ് സ്ട്രിങ്സുമാണ്. സ്ട്രിങ്ങിൻ്റെ പേരുകൾ നമുക്ക് നോക്കാം. അതിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ സ്ട്രിങ്സിൻ്റെ പേര് നമ്മൾ പഠിക്കുന്നത്. അതിൽ താഴത്തെ ഫസ്റ്റ് സ്ട്രിങ് ഇ ആണ്. ഇ എന്നാണ് ആ സ്ട്രിങ്ങിൻ്റെ പേര്. ഓപ്പൺ സ്ട്രിങ് ഇ ആണ്. ഫസ്റ്റ് സ്ട്രിങ് ഇ. സെക്കൻഡ് സ്ട്രിങ് നമ്മൾക്ക് കാണാം ബി ആണ്. സെക്കൻഡ് സ്ട്രിങ് ബി ആണ്. തേർഡ് സ്ട്രിങ് ജി ആണ്. തേർഡ് സ്ട്രിങ് ജി ആണ്. ഫോർത്ത് സ്ട്രിങ് ഡി ആണ്. ഫോർത്ത് സ്ട്രിങ് ഡി ആണ്. ഫിഫ്ത്ത് സ്ട്രിങ് എ ആണ്. ഫിഫ്ത്ത് സ്ട്രിങ് എ ആണ്. സിക്സ്ത് ഇ ആണ്. സിക്സ്ത് സ്ട്രിങ്ങിൻ്റെ പേര് ഇ ആണ്. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേരും ഇ ആണ്. സിക്സ്ത് സ്ട്രിങ്ങിൻ്റെ പേരും ഇ ആണ്. പക്ഷേ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇ, ബി, ജി, ഡി, എ, ഇ. അപ്പോൾ ഇങ്ങനെ 6 സ്ട്രിങ്ങിൻ്റെ പേര് നമ്മളിന്ന് പഠിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗിറ്റാറിൻ്റെ പിക്കിനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ ഗിറ്റാറിൻ്റെ പാർട്സിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു പിക്കും കൂടെ വേണം ഗിറ്റാറിൻ്റെ കൂടെ. അപ്പോൾ പിക്ക് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കട്ടിയുള്ള പിക്ക് വാങ്ങാതിരിക്കുക. വളരെ കട്ടിയുള്ള പിക്ക് വാങ്ങാതിരിക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ നോർമൽ ഇങ്ങനത്തെ ഷേപ്പിലാണ്. പല ഷേപ്പിലും പിക്കുകൾ വരുന്നുണ്ട്. നോർമലി ഈ ഒരു ഷേപ്പിലുള്ള ഒരു ത്രികോണാകൃതിയിൽ വരുന്ന ടൈപ്പുള്ള പിക്കാണ് നമ്മൾ വാങ്ങേണ്ടത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടാവും, 0.71 അല്ലെങ്കിൽ 0.82 അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഇതിൻ്റെ തിക്നെസ്സാണ്. വളരെ കട്ടി കൂടിയത് നമ്മൾ വാങ്ങാതിരിക്കുക. അപ്പോൾ കട്ടി കുറഞ്ഞതായത് അതിൻ്റെ മില്ലിമീറ്ററിൽ 0.55 മുതൽ 0.95 വരെയുള്ള, അതിനിടയിലുള്ള 0.55 മുതൽ 0.95 ഈ 2 അളവിന് ഇടയിലുള്ള തിക്നെസ്സുള്ള പിക്കുകളാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൻ്റെ പേരുകളും നമ്മൾ പഠിച്ചു.
പിക്ക് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര് ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. സ്ട്രിങ്ങിൻ്റെ പേര്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേര് ഇ, സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, ഫോർത്ത് സ്ട്രിങ് ഡി, ഫിഫ്ത്ത് എ, സിക്സ്ത് ഇ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വായിക്കുന്നതിന് ഇതിപ്പോൾ ഞാൻ താഴോട്ട് ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൽ വെച്ചിട്ട് പിക്ക് വെച്ചിട്ട് താഴത്തേക്ക് വായിക്കുന്നതിന് ഡൗൺ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡൗൺ സ്ട്രോക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇതിന് അപ്പ് സ്ട്രോക്ക് എന്ന് പറയും. മുകളിലേക്ക് വായിക്കുന്നതിന് അപ്പ് സ്ട്രോക്ക് എന്ന് പറയും. ഡൗൺ സ്ട്രോക്ക്, അപ്പ് സ്ട്രോക്ക്. ഓക്കെ, അപ്പം ഡൗൺ സ്ട്രോക്കിൽ നമ്മൾ ഓരോ സ്ട്രിങ്ങായിട്ട് നമ്മളിപ്പം വായിച്ചു. അപ്പം ആ സ്ട്രിങ്ങിൻ്റെ പേര് ഒന്നും കൂടെ വെച്ചിട്ട് നമുക്ക് വായിക്കാം. ഇ, ബി, ജി, ഡി, എ, ഇ. ഓക്കെ, അത് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടും അതുപോലെ നമുക്ക് വായിക്കാവുന്നതാണ്. ഇ, എ, ഡി, ജി, ബി, ഇ. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു എക്സസൈസിന് പറയുന്ന ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് 1 എന്നാണ്. ഓപ്പൺ സ്ട്രിങ്ങിൽ നമ്മൾ ഡൗൺ സ്ട്രോക്കിൽ വായിച്ചു. അത് ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് 1 ആണ്. ഓക്കെ, ഒന്നും കൂടെ കാണിക്കാം. ഇ, ബി, ജി, ഡി, എ, ഇ. മുകളിൽ നിന്ന് താഴോട്ട് ഇ, എ, ഡി, ജി, ബി, ഇ. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ സ്ട്രിങ് എക്സസൈസിൽ രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് ഇ, ഇ, ബി, ബി, ജി, ജി, ഡി, ഡി, എ, എ, ഇ, ഇ. ഇ, ഇ, എ, എ, ഡി, ഡി, ജി, ജി, ബി, ബി, ഇ, ഇ. അതായത് ഇപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡൗൺ സ്ട്രോക്ക്. ഡൗൺ സ്ട്രോക്കും അപ്പ് സ്ട്രോക്കും ഒരുമിച്ച് നമ്മൾ ചെയ്യും ഒരു സ്ട്രിങ്ങിൽ തന്നെ. ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള സ്ട്രിങ്ങുകൾ തട്ടാണ്ട് വേണം നമ്മൾ ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വായിക്കേണ്ടത്. ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള സ്ട്രിങ്ങുകൾ തട്ടാണ്ട് നമ്മൾ സ്ട്രൈക്കർ അല്ലെങ്കിൽ പിക്ക് നമ്മൾ മൂവ് ചെയ്യിക്കണം. ചിലപ്പോൾ ബിഗിനേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്കുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ഫിംഗർ, അതായത് ഏറ്റവും ചെറിയ ഫിംഗർ ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഗിറ്റാറിൻ്റെ ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പം ബിഗിനേഴ്സിന് ചിലപ്പോൾ ചെറിയ ഷിവറിങ് പോലെ തോന്നാം. ആ ഷിവറിങ് ഒക്കെ ഇല്ലാതിരിക്കാൻ ഇവിടെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് വായിക്കുക. ഓക്കെ, നമ്മൾ സെക്കൻഡ് എക്സസൈസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇ, ഇ, ബി, ബി, ജി, ജി, ഡി, ഡി, എ, എ, ഇ, ഇ. ഇ, ഇ, എ, എ, ഡി, ഡി, ജി, ജി, ബി, ബി, ഇ, ഇ. ഇതാണ് നമ്മളെ സെക്കൻഡ് എക്സസൈസ്. തേർഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഓരോ സ്ട്രിങ്ങും ഇടവിട്ടിട്ടാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. അതായത് ഓൾട്ടർനേറ്റീവ് സ്ട്രിങ്സ് 1, 3, 2, 4, 3, 5, 4, 6 അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ നേരത്തെ സ്ട്രിങ്ങിൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സ്ട്രിങ് ഇ, സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, അങ്ങനെ 6 സ്ട്രിങ്ങിൻ്റെ പേര് നമ്മൾ ബൈഹാർട്ടായിരിക്കാനാണ്. നമ്മൾ ഏത് ഉറക്കത്തിൽ എഴുന്നേറ്റാലും നമുക്ക് സ്ട്രിങ്ങിൻ്റെ പേര് കിട്ടുവാൻ വേണ്ടി കൂടെയാണ് ഈ ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ തേർഡ് എക്സസൈസിലേക്ക് നമുക്ക് പോകാം. ഓൾട്ടർനേറ്റീവ് സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഫിംഗർ വെക്കുക. ഒരു കാര്യം മറന്നു പോകരുത്, പിക്ക് പിടിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. പിക്ക് ഹോൾഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ചൂണ്ടുവിരലിലെ അറ്റം നമ്മൾ ഒന്ന് കർവായി പിടിച്ചിട്ട് തം ഫിംഗർ കൊണ്ട് പിടിക്കുക. ഇങ്ങനെയായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് ശ്രദ്ധിക്കുക, അത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് എക്സസൈസിലേക്ക് പോവുകയാണ്. തേർഡ് ഓൾട്ടർനേറ്റീവ് സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കും. ഓരോ സ്ട്രിങ് അത് താഴ്ന്ന മേലോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇ, ജി,
B D G A D E. ഓക്കെ, ഒരിക്കൽ കൂടി E G B D G A D E. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് E D A G D B G E. ഓക്കെ, അപ്പം വളരെ സ്ലോലി നമ്മളിത് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്ട്രിങ്ങിൻ്റെ പേര് കൺഫ്യൂഷനായി പോകരുത്. കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ തേർഡ് എക്സസൈസ്. ഇനി നമുക്ക് ഒരു എക്സസൈസും കൂടെ ഉണ്ട് ഓപ്പൺ സ്ട്രിങ് എക്സസൈസിൽ, നാലാമത്തത്. വളരെ എളുപ്പമാണ്. അതിൽ സ്ട്രൈക്കർ ഒന്ന് നമ്മൾ നോർമലി ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിക്കുക. ഒന്നിങ്ങനെ ചെരിച്ച് പിടിക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള സ്ട്രിങ് ഒരിക്കലും തട്ടാതെ തന്നെ നമ്മൾ കൈ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ എക്സസൈസ് സഹായിക്കും. പ്രത്യേകിച്ച് ഓപ്പൺ സ്ട്രിങ്ങിലെ നാലാമത്തെ എക്സസൈസാണ്. ഇതിൽ വളരെ ഫാസ്റ്റായിട്ട് ഡൗൺ സ്ട്രോക്കും അപ്പ് സ്ട്രോക്കും ചെയ്യുക. ഓക്കെ, ഓരോ സ്ട്രിങ്ങും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈലാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഫാസ്റ്റ് ആകുമോ അത്രത്തോളം ഫാസ്റ്റ് ആക്കുക. പക്ഷേ സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങോ തേർഡ് സ്ട്രിങ്ങോ തട്ടരുത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിക്ക് ഹോൾഡിങ്, പിക്ക് ഹാൻഡ്ലിങ് നമ്മൾ സ്മൂത്ത് ആകാൻ വേണ്ടിയാണ്. ഷിവറിങ് ഇല്ലാതെ നമ്മൾ ഗിറ്റാറിൻ്റെ പിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. തുടക്കത്തിൽ തീരും കിട്ടുന്നില്ലായിരിക്കും, പിന്നെ അത് സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. ഓരോ സ്ട്രിങ്ങിലും ചെയ്യുക, മറ്റുള്ള സ്ട്രിങ് തട്ടാതെ ചെയ്യുക. ഓക്കെ, ഇതാണ് 4 എക്സസൈസ് നമ്മൾ ഇന്ന് പഠിച്ചത്. സ്ട്രിങ്ങിൻ്റെ പേര് നമ്മൾ ഇന്ന് പഠിച്ചു. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേര് ഇ, സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, ഫോർത്ത് ഡി, ഫിഫ്ത്ത് എ, സിക്സ്ത്ത് ഇ. ഓക്കെ, 4 എക്സസൈസ് നമ്മൾ ചെയ്തു. ഒന്ന് ഡൗൺ സ്ട്രോക്കിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഇ ബി ജി ഡി എ ഇ, ഇ എ ഡി ജി ബി ഇ. സെക്കൻഡ് എക്സസൈസ് നമ്മൾ വായിച്ചു, ഇ ഇ ബി ബി ജി ജി ഡി ഡി എ എ ഇ ഇ, ഇ ഇ എ എ ഡി ഡി ജി ജി ബി ബി ഇ ഇ. പിന്നെ നമ്മൾ വായിച്ചു ഒന്നടവിട്ടുള്ള സ്ട്രിങ്സ്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ സ്ട്രൈക്കർ ഒന്ന് ചെരിച്ചിട്ട് ഓരോ സ്ട്രിങ്ങിലും നമ്മൾ വായിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ സ്ട്രിങ് എക്സസൈസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ പിക്ക് ഹോൾഡ് ചെയ്യാനും പിക്ക് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ പേര് പഠിക്കുവാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുകയാണ്, നിങ്ങളോട് ഡെയിലി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ മാറ്റി വെക്കുക. അപ്പോൾ ഇന്നത്തെ നോട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കോളേജ് നോട്ട് വേണം, പെന്ന് വേണം, ഗിറ്റാറും പിക്കും വേണം. അപ്പോൾ ഇന്നത്തെ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് പേഴ്സണലി നോട്ട് നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നോട്ടുകൾ അയച്ചു തരാം, PDF-ലോ അല്ലെങ്കിൽ എളുപ്പമുള്ള വാട്സപ്പിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. Okay, thank you for watching.